ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്ന് തന്നെ വളരെയധികം രുചിയിൽ തേങ്ങയരച്ച ഒരു മീൻകറി റെഡിയാക്കിയാലോ? ഇപ്പോൾ ഞാനിവിടെ ഇതാ റെഡിയാക്കുന്നത് നമുക്ക് ഏത് മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കാം കേട്ടോ. ഇവിടെ ഇതാ മീൻ കറി വയ്ക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് കുറച്ച് മാത്രം ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചുവന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂണിനും കുറച്ച് മതി കേട്ടോ. പെരിഞ്ജീരകം കൂടി ചേർത്ത് നമ്മൾ മീൻകറി റെഡിയാക്കുകയാണെങ്കിൽ വളരെയധികം രുചികരമായ മീൻകറി നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരപ്പ് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഇതാ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി തന്നെ ഒന്ന് മിക്സിയിലടിച്ച് നമുക്ക് നാളികേര പാലാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായ ഞാനിവിടെ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായി മാങ്ങയോ അല്ലെങ്കിൽ ഇരുമ്പാമ്പുളിയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇത് അടപ്പത്ത് വെച്ച് നന്നായി തന്നെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് മീനാണോ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഇതാ അയലയാണ് കേട്ടോ ഇവിടെ കറി വയ്ക്കാൻ പോകുന്നത്. നന്നായി തന്നെ വരുന്ന സമയത്താണ് നമുക്ക് ഓരോ മീനായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോകാതെ നല്ല അടിപൊളി ഒരു മീൻ കറിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി തിളച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നാളികേരം പിരിഞ്ഞു കുത്തിപ്പോവും. ഒരു 1/4 ഭാഗം തിളച്ച് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നെയ്യൊക്കെ പിരിഞ്ഞ് നന്നായി തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി ചെറിയ കളറിന് വേണ്ടി കുറച്ച് മാത്രം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മുളക് പൊടി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൊരിയിച്ചെടുത്ത് നമ്മുടെ മീൻ കറിയിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെയധികം രുചികരമായ അയില മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.